നമ്മളപ്പോൾ ഉള്ളത് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഉദകമണ്ഡലം അഥവാ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ ലോക പൈതൃക സ്ഥലമായിട്ടുള്ള നീലഗിരിയുടെ മൗണ്ടൻ റെയിൽവേയുടെ ഭാഗമാണ് കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല പഴക്കം ചെന്നിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. 1908 ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ട്രെയിനിന്റെ ടൈമും അതുപോലെ ഫെയറും ആണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും ട്രെയിന് നീലഗിരി പർവ്വതനിരയുടെ താഴത്തുള്ള കോയമ്പത്തൂരിനടുത്തുള്ള മേട്ടുപ്പാളയം വരെ പോകട്ടോ. ഇവിടുന്ന് നമുക്ക് ഏകദേശം 2 മണിക്കൂറുള്ള യാത്ര ഉണ്ട് ഈ ഒരു ട്രെയിനിൽ. പക്ഷേ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ല കേട്ടോ. ഇവിടുന്ന് ഓൺലൈനായിട്ട് മാത്രമാണ് ഇപ്പോൾ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും 1 മാസത്തിന് മുകളിലുള്ള ടിക്കറ്റ് വരെ ഇപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെന്തായാലും ഇതുവരെ വന്നുകൊണ്ട് നമുക്ക് ട്രെയിനും കാണാൻ പറ്റില്ല, ട്രെയിനിൽ കയറാനും പറ്റില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഒരു പഴയ ട്രെയിൻ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണാനൊക്കെ ഉള്ള ഒരു അടിപൊളി ചാൻസാണ്. നമ്മൾ ഈ ട്രെയിനിനെ ഒരു ടോയ് ട്രെയിൻ എന്നാട്ടോ വിളിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പഴയൊരു മോഡലോടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കളിക്കണ ഒരു ട്രെയിൻ പോലത്തെ ഒരു തരത്തിലാണ് നമുക്കതിനെ ഫീൽ ആവുള്ളൂ. നമ്മുടെ ഇന്നത്തെ ആധുനിക സെറ്റപ്പുള്ള യാതൊരു ട്രെയിനും അല്ല. നമ്മൾ കൗതുകത്തോടെ ടോയ് ട്രെയിൻ എന്നൊക്കെ വിളിക്കെങ്കിലും യുനെസ്കോയുടെ പട്ടികയിൽ കയറിയോണ്ട് തന്നെ പൈതൃക തീവണ്ടി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ട്രെയിനിനെ എല്ലാവരും കാണുന്നത്. ഈ ഒരു ഫസ്റ്റ് എഞ്ചിൻ്റെയും അതുപോലെ ബോഗിയുടെ ഒക്കെ ഡീറ്റെയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കലയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രെയിനിലുള്ള യാത്ര ഫീൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 10 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ട്രെയിനിൻ്റെ മണിക്കൂറിലുള്ള വേഗത വരുന്നത്. ഈ ഒരു മലയോര പ്രദേശവും അതുപോലെ ഊട്ടിയുടെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗത കുറഞ്ഞിട്ടുള്ള തീവണ്ടിയാണ് കേട്ടോ നമ്മുടെ ഊട്ടിയിലുള്ള ഈ ഒരു ട്രെയിൻ. റാക്ക് റെയിൽ സിസ്റ്റം ഉപയോഗിക്കുന്ന ഏക റൂട്ടാണ് കേട്ടോ ഇത്. പഴയ ഒരു സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൂനൂർ മുതൽ മേട്ടുപ്പാളയം വരെയുള്ള റാക്ക് സിസ്റ്റമാണ് ഈ ഒരു ട്രെയിനിനെ കയറ്റൊക്കെ വലിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി നമുക്കിവിടെ റെയിൽവേയുടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ, നമുക്ക് അതിനകത്തൊന്ന് കയറി നോക്കാം. പഴയ ടോയ്ലറ്റ് ഒക്കെ ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ്, വെസ്റ്റേൺ ടൈപ്പ്. ഇതൊക്കെ ആയിരുന്നു കൊണ്ട് ട്രെയിനിലുണ്ടായിരുന്നു. വാട്ടർ ഫ്ലാഷ് ആയാണ്. സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിലുണ്ടായിരുന്നു പണ്ടത്തെ ലാമ്പ് അല്ലേ, പോയിന്റ് ഇൻഡിക്കേറ്റർ ലാമ്പ്. പോസ്റ്റ് ലാമ്പ് അല്ലേ, വലിയ വ്യത്യാസം, ഷേപ്പിൽ വലിയ വ്യത്യാസം. ഹാൻഡ് സിഗ്നൽ ലാമ്പ്, ഇത് കൈ പിടിച്ചിട്ടായിരിക്കും സിഗ്നൽ കാണിച്ചിട്ടുണ്ടാവുക. ഗേറ്റ് സിഗ്നൽ ലാമ്പ്, റെയിലിംഗ് റാമ്പ്, വോൾ ക്ലോക്കും ലണ്ടൻ്റെ ഉണ്ടാ 1195. ടൈപ്പ് റൈറ്റർ എൻ്റെ അടുത്തുണ്ട്. പെട്രോമാക്സ് അതും കിട്ടും, ഗോൾഡ് ബ്ലോക്ക് അല്ലേ. ടിക്കറ്റ് ട്യൂബോ, ടിക്കറ്റ് ഡേറ്റിംഗ് മെഷീൻ. ട്രെയിനിൽ മാറ്റി കൊടുക്കണതാണ് ഇത്. ചാവി എന്ന സാധനത്തിൽ പറയാ, ടോക്കൺ പോച്ച് കണ്ടില്ലേ. ഇത് പണ്ടെന്താ വെച്ചാൽ അവരെന്തോ സിഗ്നൽ കൊടുക്കണതാ, പഴയ സിസ്റ്റാ അവിടെ ഇരിക്കണേണ്ട. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഡ്രൈവറുടെ അടുത്ത് ഇത് കൊടുത്തിട്ടുണ്ടാവും സ്റ്റേഷനിൽ നിന്ന്. അടുത്ത ഒരു സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇത് അവർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് പണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ അങ്ങോട്ടും പാസ് ചെയ്യണതിൻ്റെ എന്തോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. പണ്ട് കണ്ടിട്ടുണ്ടാവും, ഇപ്പം കാണാറില്ല കേട്ടാ, ഒക്കെ നിർത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ സിഗ്നൽ ഇലക്ട്രോണിക്കും ബാക്കിയുള്ളതൊക്കെ മാറ്റിയില്ലേ, എല്ലാം മാറിയില്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് inscribed the Nilagiri Mountain Railway has World Heritage Site as part of Mountain Railway of India. അങ്ങനെ ഇതാണ് മറ്റൊരു റെയിൽവേയിലും കാണാത്ത റാക്ക് ബാറും അതുപോലെ റാക്ക് പീനിയനും. കുത്തനെയുള്ള പല കയറ്റങ്ങളും കയറാൻ വേണ്ടിയിട്ട് ട്രെയിനിനെ സഹായിക്കുന്നതാണ് ഈ ഒരു സിസ്റ്റം. 2 സൈഡിലുള്ള വീലിന് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻറ്ററിലുള്ള പീനിയൻ വീലാണ് സഹായിക്കുന്നത്. ഈ ഒരു പീനിയൻ വീല് ഈ ഒരു ട്രാക്കിൽ കിടക്കുന്ന റാക്ക് ബാറിനോട് ബന്ധിപ്പിച്ച് കിടക്കും. അങ്ങനെ കൂടുതൽ ഗ്രിപ്പ് കിട്ടുകയും അതുപോലെ തന്നെ ട്രെയിനിനൊന്ന് വലിഞ്ഞു കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പിടുത്തം കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ടോയ് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാതെ നമ്മൾ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം.